അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ഞാൻ ചെയ്യും. ഇനി ചാകേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. അതെ, വേണ്ട. എന്റെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരും ഒന്നും ചെയ്യണ്ട. ചേച്ചി മോളെ, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. അതെ ചേച്ചി, ഞാൻ ഓക്കെയാ. എനിക്ക് ഒരു പ്രശ്നമില്ല. അതെ, നീ സത്യം പറ. നീ ശരിക്കും ഓക്കെയാണോ? എന്റെ പൊന്ന് ചേച്ചി, ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായില്ലേ? ചെറുതായിട്ടൊന്ന് ചാവാൻ തുടങ്ങിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. നിശ്ചയം മുടങ്ങിയല്ലോ. ആൽത്തറ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ വലിയ ആപത്ത് വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു. അങ്ങനെ കരുതി ആശ്വസിക്കാം കേട്ടോ. ശ്രീകുട്ടാ, ആ പയ്യനിപ്പ എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല ചന്ദ്രേട്ടാ, ആള് രക്ഷപ്പെട്ടു. ഈ സമയത്ത് എന്തിനാ അയാൾ ആ കുറ്റിക്കാട്ടിൽ ചെന്ന് കയറിയത്? അതിലെ ആരും പോകാറില്ലല്ലോ. നമ്മുടെ നാടൻ രീതികളൊന്നും അറിയാത്ത ആളുകളല്ലേ. എന്തായാലും ആദ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആദ്യയുടെ കൂടെ ഞാനും ഇവിടെ നിന്നോളാം. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പൊക്കോ. ഞാനും നിൽക്കാം. അച്ഛാ, എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? രാജ, അതെ, നീ പോയി ഡോക്ടറെ ഒന്ന് കാണും. ഇവനെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് അറിയാവല്ലോ. വിഷം തീണ്ടിയതല്ലേ മുത്തശ്ശ. ഡിസ്ചാർജ് ആവാൻ ഏതായാലും 2 ദിവസം എടുക്കും. അതെ, പേഷ്യന്റിന് വീട്ടിൽ പോകാം കേട്ടോ. ഓഹോ, പിന്നൊരു കാര്യം, ഇന്ന് രാത്രി പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ആ ശരി ശരി. ആശ്വാസമായി. ആൽത്തറ ഭഗവതി കാത്തു. നാളത്തെ ചടങ്ങുകൾക്ക് ദൈവം ഒരു തടസ്സവും ഉണ്ടാക്കിയില്ലല്ലോ. രാജ, എന്നാ നമുക്കിറങ്ങാം. സുമിത്രേ, വാ നമുക്കിറങ്ങാം. ഈ മുത്തശ്ശനെന്താ ഇത്ര വാശി? ആദി പ്ലീസ്, നീ ഒന്ന് കാമാവ്. ഇല്ല വരദാൻഡി, ഇത് സഹിക്കാവുന്നതിലപ്പുറം. മുത്തശ്ശന്റെ വാശി അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ഞാൻ ചെയ്യും. ഇനി ചാകേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. അതെ, വേണ്ട. എന്റെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരും ഒന്നും ചെയ്യണ്ട. ചേച്ചി മോളെ, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം.
ശ്രീയേട്ടൻ ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ നല്ല ഉറക്കായിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ഉണർന്ന്. എന്തിനാ ശ്രീയേട്ട കള്ളം പറയുന്നത്? കള്ളമല്ല മാളൂട്ടി. ഓട്ടോയിൽ വെച്ച് ശ്രീയേട്ടന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ. എനിക്ക് ഒരു സ്വസ്ഥതയില്ല ശ്രീയേട്ട. അതാ ഞാൻ ഏട്ടനെ വിളിച്ച്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മാളൂട്ടി. മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശ്രീയേട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അമൃതേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോ ശ്രീയേട്ടന് ശരിക്കും എന്താ തോന്നിയേ? ആദ്യം എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്ര പെട്ടെന്ന് അമൃത എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായത്. അതിലും വലിയ അത്ഭുതം എന്താണെന്നറിയോ നിനക്ക്? ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ അമൃത എൻ്റെ മനസ്സിൽ ഇത്ര വലിയൊരു സ്ഥാനം എങ്ങനെ നേടിയെടുത്തുന്നാ. ഞാൻ എപ്പോഴാ അമൃതയെ ഇത്രയധികം സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല മോളെ. ശ്രീയേട്ട, അപ്പൊ ശ്രീയേട്ടന് അമൃതേച്ചിയെ മറക്കാൻ പറ്റുമോ? മാളൂട്ടി, ചില മനുഷ്യരെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അവരുടെ മനസ്സ് കാണാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നമ്മളെയും തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചാലേ അതിന്റെ പേര് സ്നേഹമെന്നല്ല പറയാ, സ്വാർത്ഥതയെന്നാ. ശ്രീയേട്ടൻ അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നാളെ ഞാനൊരു തീരുമാനം എടുക്കും. ശരിയായ തീരുമാനം.